വെറും 10 രൂപ പോലും ചിലവ് വരാത്ത ചന്ദന തൈകൾ 300 രൂപ വരെ വാങ്ങി വിൽപ്പന നടത്തുന്നതായി ആക്ഷേപമുയരുന്നു. ചന്ദനമരം സ്വകാര്യ വ്യക്തികൾക്ക് വളർത്തി വെട്ടിവിൽക്കാൻ സർക്കാർ അനുമതി നൽകിയതോടെ വനംവകുപ്പിന്റെ ഒത്താശയോടെ ചന്ദനത്തൈ വിൽക്കുന്നതിന് സ്വകാര്യ ഏജൻസികൾ അമിത വില ഈടാക്കുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ചന്ദന വിത്തുകൾ കൂടുകളിൽ പാകി കിളിർപ്പിച്ചാണ് വിൽപ്പന നടത്തുന്നത്. 10 രൂപ പോലും ചിലവ് വരാത്ത ഒരു തൈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സംഘടിപ്പിച്ച് 300 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. നിയമ ഭേദഗതിയോടെ ചന്ദന കച്ചവടത്തിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ പലരും ചന്ദന തൈകൾ വച്ചുപിടിപ്പിക്കാൻ താല്പര്യം കാട്ടിയതോടെയാണ് തട്ടിപ്പും വ്യാപകമായത്. ചന്ദനമരം വളർത്തിവിറ്റ് വൻ ലാഭം കൊയ്യാമെന്ന വാഗ്ദാനത്തോടെയാണ് തട്ടിപ്പ് സംഘം പിടിമുറുക്കുന്നത്. ചന്ദനമരം നല്ല വലുപ്പം വെച്ച് ഉള്ളിൽ കാതലുണ്ടാകുന്നതിന് കുറഞ്ഞത് 50 വർഷമെങ്കിലും വേണ്ടിവരും. സർക്കാർ വനത്തിൽ പോലും പ്രത്യേക സംരക്ഷണമുള്ള ചന്ദനമരങ്ങൾ സുരക്ഷിതമല്ല. കുറഞ്ഞ പണം മുടക്കിൽ പെട്ടെന്ന് ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. തരിശായി കിടക്കുന്ന സ്ഥലം പ്ലോട്ടുകളായി തിരിച്ച് ചന്ദന കൃഷിക്ക് നൽകുന്ന ഭൂമാഫിയയും കളം പിടിച്ചിട്ടുണ്ട്. സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ വ്യാപകമായ തട്ടിപ്പിന് പലരും ഇരയായേക്കും. ചന്ദന കൃഷിയുടെ മറവിൽ തൈകൾക്ക് അധിക വില ഈടാക്കി കർഷകരെ ചൂഷണം ചെയ്യുന്നതിന് വനംവകുപ്പ് കൂട്ടുനിൽക്കുകയാണ്. സ്വകാര്യ കച്ചവടക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിന് ചന്ദന കൃഷി വ്യാപിപ്പിക്കാൻ പ്രചരണം നടത്തുന്ന വനംവകുപ്പ് തൈകളുടെ വിൽപ്പന നടത്തണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം.